എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ 31ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഊഷ്മളമായി ഹാർദമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹായക്രിയകളെ കുറിച്ചാണ് പഠിച്ചത്, അല്ലേ? ആ സഹായക്രിയയിൽ കുറച്ചുകൂടി നമുക്ക് പഠിക്കാണ്ട്. ഒന്ന് രണ്ടെണ്ണം പ്രധാനപ്പെട്ടതാണ്, അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്, അതിൽ ഒരെണ്ണത്തെ കുറിച്ച് നമ്മൾ പഠിക്കാം. നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തില് ഒരു ക്രിയ ഉപയോഗിക്കാറുണ്ട്, അല്ലേ മലയാളത്തിൽ? അതിന് സമാനമായിട്ട് ഇംഗ്ലീഷിൽ എന്താണ് ഉപയോഗിക്കുക, അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ വരുന്ന ക്രിയയ്ക്ക് രണ്ട് രൂപങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് ഹാസ് ആൻഡ് ഹാവ്. യഥാർത്ഥത്തിൽ ഇവ ഹാവ് എന്നതിൻ്റെ രണ്ട് വിവിധ രൂപങ്ങളാണ്. എന്താണ്? ഒരു ക്രിയാധാതുവിൻ്റെ രണ്ട് രൂപങ്ങളാണ്. ആ ക്രിയാധാതു ഹാവ് ആണ്, അതിൻ്റെ രണ്ട് രൂപങ്ങളാണ് ഹാസും ഹാവും. അപ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ രണ്ട് വാക്ക് ഉപയോഗിക്കും. ഏതാണവ? ഹാസ് ആൻഡ് ഹാവ്. അത് ഞാനിവിടെ എഴുതാം. ഒന്ന് ഹാവ് എന്നുള്ളതിന് രണ്ട് രൂപമുണ്ട്. ഒന്ന് ഹാസ്, ഒന്ന് ഹാവ്. രണ്ടിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. രണ്ടിൻ്റെയും അർത്ഥം എന്താ? ഉണ്ട്. അപ്പൊ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് മെയിൻ വെർബായിട്ടും ഉപയോഗിക്കും, അതേപോലെ തന്നെ സഹായക്രിയായിട്ട് ഉപയോഗിക്കും. അതായത് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും. പ്രധാന ക്രിയയായിട്ടും അതുപോലെ സഹായക്രിയായിട്ടും. നമുക്കറിയാം, പ്രധാന ക്രിയയായിട്ട് അതോ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക് തനിച്ചാണ് ഉപയോഗിക്കുക. സഹായക്രിയ ആകുമ്പോൾ ഇത് മറ്റൊരു വാക്കിനോട് ചേർത്തിട്ടാണ് ഉപയോഗിക്കുക. എപ്പോഴാണ് നമ്മൾ ഉണ്ട് എന്നത് ഉപയോഗിക്കുക? അതായത് സ്വന്തമായിട്ടുള്ളത്, എൻ്റെ പൊസഷനിലുള്ളത്, എൻ്റെ അവകാശത്തിലുള്ളത്. അത് ഞാൻ പൊസഷൻ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്, അതൊക്കെ ആ മുൻ ക്ലാസ്സിലുണ്ട്, അത് നോക്കിയാൽ മതി. ആ പൊസഷനായിട്ട് വരുമ്പോൾ, സ്വന്തമായിട്ടുള്ളത് എന്ന് വരുമ്പോൾ, അവകാശപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ ഉണ്ട് എന്ന് പറയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ്, എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അർത്ഥം. എനിക്കൊരു പെൺ സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺ സുഹൃത്തുണ്ട്, അതെൻ്റെ സ്വന്തമാണ് എന്നർത്ഥം. എനിക്കൊരു മകനുണ്ട്, എനിക്കൊരു മകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ അവകാശപ്പെട്ട സ്വന്തമാണ് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് ഉപയോഗിക്കും. അപ്പൊ അതിനാണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് എഴുതാം. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അങ്ങനെ രാജുവിന് ഒരു കുട്ടിയുണ്ട് എങ്ങനെ എഴുതാം? അല്ലെ രാജുവിന് ഒരു വീടുണ്ട് എന്നെങ്ങനെ എഴുതാം? ഇത് ഹാവ് ഉപയോഗിക്കണോ ഹാസ് ഉപയോഗിക്കണോ, എങ്ങനെയാണ് തിരിച്ചറിയുക? ഇതാണ് നമ്മുടെ ഉള്ള പ്രശ്നം. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകവചനം ആകുമ്പോഴാണ് ഉപയോഗിക്കുക. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ഹാവ് എന്നുള്ളത് സിംഗുലർ. സിംഗുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സബ്ജക്റ്റ് ഒരാളാവുമ്പോൾ സിംഗുലർ. പിന്നെ എന്നാൽ ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ എന്നുള്ള സിംഗുലർ ആണെങ്കിൽ പറ്റില്ല. യു എന്നുള്ളത് സിംഗുലറാണ്, നീ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, പക്ഷെ പറ്റില്ല. അപ്പോൾ യു ഒഴികെയുള്ള യു പറ്റില്ല. അവിടെ ഹാസ് ഉപയോഗിക്കണം. അപ്പൊ ചുരുക്കി എന്ത് പറയാം? യു എന്നിവ ഒഴികെയുള്ള ഏകവചനമായ നാമങ്ങൾ, അതായത് സിംഗുലർ ആയിട്ടുള്ള നാമങ്ങൾ, അത് പ്രോണൗണുകൾ, അവ സബ്ജക്റ്റായിട്ട് വരുന്ന വാചകങ്ങളിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസ് ഉപയോഗിക്കണം. മനസ്സിലായ? എന്നപ്പോ ഇവിടെയോ പ്ലൂറൽ, ബഹുവചനം.
ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് ബഹുവചനം എന്നറിയാം. അത് വരുമ്പോൾ അത് സബ്ജക്റ്റ് ആയിട്ടുള്ള വാചകങ്ങളിൽ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവ് ഉപയോഗിക്കും, പ്ലൂറൽ. പ്ലസ് ഐ വരുമ്പോ യു വരുമ്പോ ഏതിനെ ഉപയോഗിക്കുക? പ്ലസ് വരുമ്പോ. അപ്പൊ ഐയും യുവും പാടില്ല. ഇവിടെ ഒഴികെയുള്ള സിംഗുലറിനാണ് ഹാസ് ഉപയോഗിക്കുക. ബാക്കിയൊക്കെ ഇത്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതെങ്ങനെ എഴുതാം? എനിക്ക് ഒരു പെൺ സുഹൃത്തുണ്ട്. എനിക്കൊരു പെൺ സുഹൃത്തുണ്ട് എന്ന് പറയുമ്പോ ഞാൻ ഉപയോഗിക്കേണ്ടത് ഉണ്ട് എന്ന് വരുമ്പോ ഹാസ് അതിൽ ഞാൻ എഴുതുന്നു ഐ എന്താ വയ്ക്കണ്ടേ? ഹാസ് ഓർ ഹാവ്. നിങ്ങളൊന്ന് പൂരിപ്പിക്കുക പറഞ്ഞനുസരിച്ച്. ഗേൾ ഫ്രണ്ട്. ഇതിലേതാണ് വരിക? ഐ ഹാസ് ഓർ ഹാവ് എ ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാന്ന് പറയാൻ പറ്റണം. ഐ ആണ് ഇതില് എന്ത് സബ്ജക്റ്റ്. അത് സിംഗുലർ ആണ് എന്നുള്ള സത്യമാണ്. പക്ഷെ ഇത് ഐയുടെ കൂടെ ഏതാ വെക്കുക? അത് പ്രത്യേകം പറയുന്നത് സിംഗുലർ ആണെങ്കിലും പ്ലൂറലിന്റെ കൂടെ ഇതില് ഹാവ് ആണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നിനക്ക് ഒരു നല്ല ജോലിയുണ്ട്. നല്ല ജോലിയുണ്ട്. ഇത് ഇംഗ്ലീഷിലാക്കുമ്പോ ഏതാ വയ്ക്കുക? ഇവിടെ ഉണ്ട് അല്ലേ? ഒരു പൊസിഷനാണ്. ഉണ്ട് എന്നുള്ള ജോലി ഉണ്ടെന്നപ്പോ അത് തന്നെ സ്വന്തമായിട്ട് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുമ്പോൾ ആ ഉണ്ട് എന്ന അർത്ഥത്തില് വെക്കേണ്ടത് ഏതാ? ഹാവ് ഓർ ഹാസ് അല്ലെ? ഇതല്ലേ വെക്കേണ്ടത്? ഹാവ് ഓർ ഹാസാ വെക്കേണ്ടത്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കും നമ്മള്? നിനക്ക് എന്ന് പറയുമ്പോൾ ഒരാളാണ് അല്ലെ? എങ്കിൽ പോലും അതിന്റെ യു ആണത് അല്ലെ? അത് യു ആണെന്നത് കൊണ്ട് സിംഗുലർ ആണെങ്കിൽ പോലും ഏതാണ് വെക്കേണ്ടത്? ഹാവ്. അപ്പൊ ഇതില് ഇതല്ല തെറ്റ്, ഇതാണ് ശരി. ഇനി ഇതില് യു ഹാസ് ഓർ ഹാവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എ ഗേൾ ഫ്രണ്ട്. ഇതിലേതാ നിങ്ങൾ സെലക്ട് ചെയ്യുക? ഹാവ് ഓർ ഹാസ്. ഇത് സെലക്ട് ചെയ്യരുത്, ഇത് സെലക്ട് ചെയ്യണം. ഐ ഹാവ് ഫ്രണ്ട് എന്ന് വെച്ചാല് സിംഗുലർ ആയിട്ടുള്ളതിലും പ്ലൂറൽ ആയിട്ടുള്ളതിലും ഏത് വെക്കണം? അല്ല, സിംഗുലർ അല്ല, പ്ലൂറൽ ആയിട്ടുള്ളതിലും ഐ യു എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാചകങ്ങളിൽ നമ്മൾ ഉണ്ട് എന്നർത്ഥത്തിൽ ഏത് വെക്കണം? ഹാവ് വെക്കണം. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അപ്പൊ നമുക്ക് ഇനി മറ്റേ ഇത് രണ്ടും നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഐയുടെ കൂടിയും യുവിന്റെ കൂടിയും വെക്കേണ്ടത് ഉണ്ട് എന്നർത്ഥത്തിൽ വെക്കേണ്ടത് ഏതാണ് എന്ന് മനസ്സിലായി നമുക്ക്? ഹാവ് ആണ് വെക്കേണ്ടത്. ഇത് കൂടാതെ ഹാവ് ഇവിടെ വെക്കണം. പ്ലൂറലായിട്ട് വരുന്ന വാചകങ്ങളിൽ അത് വെക്കണം. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നോക്കുക, ഇവിടെ നോക്കുക, ആ വലതുഭാഗത്ത് എഴുതിയിട്ടുള്ള വാചകങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാനറിയും? നിങ്ങൾ പൂരിപ്പിച്ച് നോക്കുക, ഏതായിരിക്കും ശരിയെന്ന് വയ്ക്കുക. ആ പെൺകുട്ടികൾക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വെക്കേണ്ടത് ഏതാണ്? അവിടെ ക്രിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഹാവോ അല്ലെങ്കിൽ ഹാസോ ആണെന്ന് അറിയാം അല്ലെ? ഏത് തിരഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് വേണം? പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ പെൺകുട്ടികള് ഏകവചനാണോ ബഹുവചനാണോ ചിന്തിക്കുക? ഏതാ?
ബഹുവചനമാണ്. അപ്പൊ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ഹാവ് അല്ലേ? സംശയമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതില് സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? ഹാവ് ആണ്. ഇതല്ല, തെറ്റ്. അപ്പൊ ഗേൾസ് ഹാവ് ബോയ് ഫ്രണ്ട്സ്. ബോയ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്ത വാചകം നോക്കുക. അപ്പൊ അതില് എന്തുകൊണ്ടാണ് നമ്മള് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാചകത്തില് നമ്മൾ ഹാവ് സെലക്ട് ചെയ്ത് മനസ്സിലായി? ദ ഗേൾസ് എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്, ഇത് പ്ലൂറലാണ്. ദർഫോർ നമ്മൾ എന്ത് സെലക്ട് ചെയ്തു? ഹാവ് സെലക്ട് ചെയ്തു. അടുത്തത് ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ അത് പൊസഷനാണ്, അവകാശമാണ് അല്ലേ? അവരെ സ്വന്തമാണെന്നുള്ള പറയുന്നത്. അടുത്ത വായി നോക്കുക. ആൺകുട്ടികൾക്ക് ഉയർന്ന മാർക്കുണ്ട്. ആൺകുട്ടികൾക്ക് ഉയർന്ന മാർക്കുണ്ട്. അത് നോക്കുമ്പോൾ നമ്മൾ ഹാവ് ഓർ ഹാവ് സെലക്ട് ചെയ്യണം. ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഹാവ് ഓർ ഹാസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ഹാവ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് അടുത്ത് നോക്കുക. ആൺകുട്ടികൾക്ക് ഉയർന്ന മാർക്കുണ്ട്. അതിൽ ഏതാണ്? ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബഹുവചനമാണ്, ഒരാളല്ല. അപ്പോൾ ദ ബോയ്സ് എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? ഹാസോ ഹാവോ ആണ്. അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇത് ബഹുവചനം ആയതുകൊണ്ട്, സിംഗിൾ പ്ലൂറൽ ആയതുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടത് ഹാസ് അല്ല, ഹാവ്. എന്താണ്? ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഉണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ രാജുവിന് ഒരു കാറുണ്ട്. രാജുവിന് ഒരു കാറുണ്ട്. ഉണ്ട് എന്നുള്ളതാണ്. കാറുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു പൊസഷനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഏതാണ് നമ്മൾ ശരിക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഹാസ് ഓർ ഹാവ്. ഇതിൽ രാജു എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് സ്വയം ചോദിക്കുക. അത് സിംഗുലർ ആണ്, ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏകവചനമായിട്ടുള്ളതിൻ്റെ സിംഗുലറിൻ്റെ ആണ്. അത് ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. അപ്പൊ ഇവിടെ ഇതല്ല സെലക്ട് ചെയ്യേണ്ടത്, ഇതാണ്. മനസ്സിലായോ? ഹാസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായല്ലോ. അടുത്തേക്ക് നോക്കുക. സീതയ്ക്ക് ഒരു പൂച്ചയുണ്ട്. അപ്പൊ ഉണ്ട് എന്ത്? ഒരു പൂച്ച. അത് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞത്, അവൾക്ക് അവകാശപ്പെട്ടാണ് ആ പൂച്ച എന്ന് വരുമ്പോൾ നമ്മൾ ഹാസ് ഓർ ഹാവ് ആണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഏതായാലും സെലക്ട് ചെയ്യണം? സീത ഏകവചനാണോ ബഹുവചനം സ്വയം ചോദിക്കും. നമുക്കറിയാം അത് സിംഗുലർ എന്ന് കിട്ടും. അതുകൊണ്ട് എന്ത് സെലക്ട് ചെയ്യണം? ഹാസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇതാണ് അതിൽ വരിക. മനസ്സിലായല്ലോ? സീത, അവന് ഒരു നല്ല ജോലി ഉണ്ട്. ജോലി അവന്റെ സ്വന്തമാണ്, അവർ അവകാശപ്പെട്ടതാണ്. ഉണ്ട് എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ള വാക്ക്. അപ്പൊ ഉണ്ട് എന്നുള്ളതിന് അവകാശമായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു? ഹാസ് ഓർ ഹാവ്. അത് സിംഗുലർ ആണെങ്കിൽ ഹാസ്, ബഹുവചനം ആണെങ്കിൽ ഹാവ് എന്ന് പഠിച്ചു. ഇത് ഹി എന്നുള്ളത് അവൻ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നിങ്ങൾക്ക് നിസ്സംശയം പറയാം. എന്താ? അവന് ഒരാളാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണം? സെലക്ട് ചെയ്യേണ്ടത് ഏതായിരിക്കണം? ഹാസ് അല്ലേ? സംശയമില്ലല്ലോ. ഇത് ഇനി ഒരെണ്ണം ചോദിക്കണം നിങ്ങൾ. അവർക്കൊരു കാറുണ്ട്. അവർക്കൊരു കാറുണ്ട്. അതിൽ ഞാൻ പറയില്ല നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യാം. അവർക്കൊരു കാറുണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ? ഹാസ് ഓർ ഹാവ് ആണ് പറയേണ്ടത്. ബഹുവചനാണ്. അവർക്കൊരു കാറുണ്ടെന്നാ പറയേണ്ടത്. അപ്പൊ എന്ത് പറയണം? ഹാവ്. വെരി ഗുഡ്. ദേ ഹാവ് എ കാർ. വെരി ഗുഡ്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണത്? ഹാവ് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസ് ഓർ ഹാവ് ഉപയോഗിക്കുന്നു. ഐ യു എന്നീ ഒടുകളെ എല്ലാ ഏകവചനത്തിനും ഹാസ് ഉപയോഗിക്കുന്നു.
പിന്നെ എല്ലാ ബഹുവചനം കൂടാതെ ഐ യു എന്ന വാക്കുകൾക്ക് കൂടി ഹാവ് ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം മാത്രം പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത് ഉറപ്പായിട്ട് പഠിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു കാറുണ്ട് എന്ന് പറഞ്ഞാൽ, ഉണ്ട് എന്ന് പറയുമ്പോൾ കാറുണ്ട്, അത് ഇപ്പൊ റിയൽ ആയിട്ടുള്ളതല്ലേ? അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതല്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതല്ലല്ലോ, മുമ്പത്തെ കാര്യമല്ലല്ലോ, ഈ പ്രസന്റിലല്ലേ. അപ്പൊ ഇത് ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ള ടെൻസാണ് പ്രസന്റ് ടെൻസ് അല്ലേ? തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഹാസ് ആൻഡ് ഹാവ് എന്നുള്ളത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്രസന്റ് ടെൻസ്. അപ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അത് ഒന്നുകൂടി ഓർമ്മ വയ്ക്കുക. ഇനി നമുക്ക് ഇത് ഇപ്പോഴതല്ല, മുൻപ് ഉണ്ടായിരുന്ന ഒരു കാര്യം വിചാരിക്കേ. ഇപ്പൊ നമുക്ക് പറയില്ലേ, ബഷീറിന്റെ ഒരു കഥയില്ലേ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴതല്ല. അത് ആ കഥാപാത്രത്തിനുള്ളതല്ല, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഉള്ളതല്ല, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് അല്ലേ? അപ്പൊ അപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം അത് ഇപ്പോൾ അതല്ല, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് എങ്കിൽ, അത് കഴിഞ്ഞു പോയതാണെങ്കിൽ, കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഉണ്ട് എന്നല്ല ഉപയോഗിക്കുക, ഉണ്ടായിരുന്നു എന്നാണ് പറയാ. എൻ്റെ മുത്തച്ഛന് അല്ലെങ്കിൽ അച്ചാച്ചന് ഒരു കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആന ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാ? അത് നമുക്ക് നോക്കാം. അതായത് ഉണ്ട് എന്നത് ഭൂതകാലത്തിലാണെങ്കിൽ എന്തായിരിക്കും ഉപയോഗിക്കുക? അതാണ് നമുക്ക് നോക്കാൻ പോണത്. അതിനുപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഉണ്ടായിരുന്നു എന്നാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് പ്രസന്റ് ആണെങ്കിൽ ഇത് പാസ്റ്റ് അല്ലേ? പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുക ഉണ്ടായിരുന്നു. അതിനുള്ള വാക്ക് ഏതാണെന്ന് നോക്കും. ഹാഡ് എന്ന വാക്കാണ്. എന്താണ്? ഹാഡ് എന്ന വാക്കാണ്. ഹാഡ് എന്ന വാക്കിന് ഉണ്ടായിരുന്ന അർത്ഥം. അപ്പൊ നമുക്ക് ചോദിക്കാം, പ്രസന്റ് ടെൻസില് സിംഗുലറിന് ഹാസ് ഇല്ലേ? അതുപോലെ ബഹുവചനത്തിന് അല്ലെങ്കിൽ പ്ലൂറലിന് ഹാവ് ഇല്ലേ? അതുപോലെ ഇതിന് സിംഗുലറിനും പിന്നെ ഏതൊക്കെയാന്ന് ചോദിച്ചില്ലേ? രണ്ടിനും ഒന്നാ. ഏത് വാക്ക്, അത് സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, ഐ ആയിക്കോട്ടെ, യു ആയിക്കോട്ടെ, ഏതായാലും ഒറ്റ വാക്കുള്ളൂ. അപ്പൊ എളുപ്പമായില്ലോ അല്ലേ? അപ്പൊ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും എഴുതുക? എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. നിങ്ങളൊന്ന് നിങ്ങൾ സ്വയം വന്ന് എഴുതി വയ്ക്കിയത് എന്തായിരിക്കുന്നു, ഞാൻ എഴുതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് അറേഞ്ച് ചെയ്യാലോ. ഇതിൽ എൻ്റെ അച്ചാച്ചന് ഒരു ആന ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആദ്യത്തേത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കറിയാം മൈ ഗ്രാൻഡ് ഫാദർ, അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്ന ക്രിയ വെക്കണം. അത് മുമ്പ് ജസ്റ്റ് ഒരു തന്നിട്ടുണ്ട്. വാചകങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട, അത് നമ്മൾ കുറച്ച് ക്ലാസ് കഴിഞ്ഞാൽ വാചകങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുക. ഇപ്പൊ അത്ര വാചകത്തിമ്പോ ശ്രദ്ധിക്കേണ്ട, ഈ പ്രയോഗത്തിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതില് ഇവിടെ ഒരു ആന, ആൻ എലഫന്റ് ഉണ്ടായിരുന്നു കൂടി ചേർക്കണം. ഏതാണ് വെക്കേണ്ടത് ഇവിടെ? ഹാഡ്. എന്താണ് വെക്കേണ്ടത്? ഹാഡ്. ഇതെന്താണ്? ഇത് സിംഗുലർ ആണ്, എന്നാലും ഏതാ വെക്കേണ്ടത്? ഹാഡ്. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ട് ഇനി ഉണ്ടായിരുന്നു ചേർക്കണം. എന്താണ് അവിടെ വെക്കേണ്ടത്? ഹാഡ്. ഐ ഹാഡ് എ ഗേൾ ഫ്രണ്ട് എന്നാണ് ഇതിന്റെ ഇത്. അത് ഏകവചനമായി, രണ്ടിലെ ഏകവചനാണ് വന്നിട്ടുള്ളത്, ഉപയോഗിച്ചുള്ളത് ഹാഡാണ്. ഇനി ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നുള്ളതിന് യു, ഒരു ജോലി എന്നുള്ളതിന് എ ജോബ്, ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ അതിന് വെക്കുക ഏതാണ്? ഹാഡ് അല്ലേ? അത് നിങ്ങൾ യു ആണ്. യു ആണെങ്കിലും
ഇതന്നെ വെച്ചാൽ മതി. ആ പെൺകുട്ടിക്ക് ധാരാളം കൂട്ടുകാർ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അത് ഗേൾസ്, അത് പ്ലൂറലാണ്. ഉണ്ടായിരുന്നു ഇതെന്ത് സെവറൽ ഫ്രണ്ട്സ്, ധാരാളം സുഹൃത്തുക്കൾ. അപ്പോ ഇവിടെ ഇത് പ്ലൂറലാണ്, പക്ഷെ ഉണ്ടായിരുന്നാണ് വെക്കേണ്ടത്. അതിനും ഹാഡ് തന്നെയാ വെച്ചാൽ മതി. ഗേൾസ് ഹാഡ് സെവറൽ ഫ്രണ്ട്സ്, അതാണ് പെൺകുട്ടികൾക്ക് ധാരാളം കൂട്ടുകാർ ഉണ്ടായിരുന്നതിന്റെ തർജ്ജമ. അതായത് ഇപ്പൊ ഇത് സിമ്പിളാണ് അത് പഠിക്കേണ്ടത്. എന്താണ് ഉണ്ടായിരുന്നു, അത് സിംഗുലർ ആയാലും അതുപോലെ പ്ലൂറൽ ആയാലും ഹാഡ് വെച്ചാൽ മതി. വെരി സിമ്പിൾ. ഇതെങ്ങനെയാണ്? ഇത് ഹാവ് അല്ലെങ്കിൽ ഹാസ്, അതുപോലെ അതിന്റെ പാസ്റ്റായ ഹാഡ് എന്നിവ ഒരു വാചകത്തിൽ പ്രയോഗിക്കേണ്ടത്. ഉണ്ട് എന്ന അർത്ഥത്തിലും ഉണ്ടായിരുന്ന അർത്ഥത്തിലും ഉപയോഗിക്കേണ്ടത്. ഒരു പൊഷനായി വരുമ്പോൾ ഇത് തനിച്ചാണ് ഉപയോഗിച്ചത്. ഹാഡിന്റെ കൂടെ വേറെ വാക്കൊന്നുമില്ല അല്ലേ. എന്നുവെച്ചാൽ ഒരു പ്രധാന ക്രിയയായിട്ട് അഥവാ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഇത് സഹായക്രിയ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതാണ്, ഹാഡിനെ കുറിച്ചാണ്. ഹാഡ് എന്നുള്ളത് സഹായക്രിയയാവുമ്പോൾ എങ്ങനെ പ്രയോഗിക്കും, അതുപോലെ തന്നെ ഹാസും ഹാവും സഹായക്രിയയാവുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും. നമ്മൾ ഇത് കഴിഞ്ഞ കുറച്ച് നേരത്തെ പഠിച്ചത് എന്താണ്? അത് മെയിൻ വെർബായിട്ട് അഥവാ പ്രധാന ക്രിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും എന്നാണ് പഠിച്ചത്. അത് ഇതിൽ നോക്കുക, നമ്മളിപ്പോ സഹായക്രിയ എങ്ങനെയാണ് മലയാളത്തിൽ ഉപയോഗിക്കുക? ഇപ്പൊ വന്നിട്ടുണ്ട് എന്നുള്ളത് വന്നു അതിൻ്റെ കൂടെ ഉണ്ട് ചേർക്കുമ്പോഴാണ് വന്നിട്ടുണ്ട് അല്ലെ. വന്നു പ്ലസ് ഉണ്ട് എന്നത് ചേർക്കുമ്പോഴാണ്, വന്നു അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ചേർക്കുമ്പോൾ വന്നിട്ടുണ്ടെന്ന് ആകുന്നു. അതായത് ഇതിൽ ഉണ്ട് എന്ന് സഹായക്രിയ, ഇതിനോടുകൂടി ചേർക്കുമ്പോഴാണ് എന്ത് വരുന്നത്? വന്നിട്ടുണ്ട് എന്നാവുന്നത്. അവിടെ എഴുതി പ്ലസ് ഉണ്ട്, എഴുതി എന്ന പ്രധാന ക്രിയയുടെ ഉണ്ട് എന്ന സഹായക്രിയ ചേർക്കുമ്പോൾ എന്ത് ചേർക്കുന്നു? എഴുതിയിട്ടുണ്ട്. സംസാരിച്ചു പ്ലസ് ഉണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചു പ്ലസ് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് എന്നുള്ള അതിന്റെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദമാണല്ലോ ഇവയൊക്കെ. അപ്പൊ ഇതേപോലെ തന്നെയാണ് സഹായക്രിയ ആവുമ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ളത് മലയാളത്തിലൊക്കെ എവിടെ ചേർത്തിട്ടുള്ളത്? ക്രിയക്ക് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലീഷിൽ ക്രിയക്ക് മുമ്പ് വയ്ക്കണം എന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. സഹായക്രിയ നമുക്ക് മലയാളത്തിൽ പ്രധാന ക്രിയക്ക് ശേഷമാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് മുമ്പ് വയ്ക്കണം എന്നേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളത്തില് ഉണ്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ, അത് സഹായക്രിയക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടെ അതിന്റെ കൂടെ വെക്കുന്നത് പ്രധാന ക്രിയ പാസ്റ്റ് ആണ്. എന്നാൽ ഇംഗ്ലീഷിൽ അതല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വെക്കേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഒരു ക്രിയക്ക് നമ്മൾക്ക് ഇപ്പൊ ഉദാഹരണം ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, അതിന്റെ ടോക്ക് എന്ന് തന്നെ പറഞ്ഞാൽ സംസാരിക്കുന്നു എന്നർത്ഥമുണ്ട്. ടോക്ക്ഡ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. പിന്നെ അടുത്തൊരു അതന്നെയാണ് എന്ത്, അതിന്റെ ഭൂതകാല പേരക്ഷം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരിക, അതായത് ടോക്ക്ഡ് തന്നെ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ കമ്മിന്റെ കം കെയും, കം എന്ന് വെച്ചാൽ വരിക അല്ലെങ്കിൽ വരുന്നു. കെയും എന്ന് പറഞ്ഞാൽ വന്നു. പിന്നെ അടുത്ത കെയും അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇനി എഴുതി എന്നുള്ളത്, അപ്പൊ അത് റൈറ്റ് എന്ന വാക്കിൽ ഉണ്ടായിട്ടില്ല. റൈറ്റ് എഴുതുക. അപ്പൊ റൈറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ എഴുതുന്നു. റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി. റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമുക്കറിയാതെ എഴുതപ്പെട്ട പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ മൂന്നാമത്തെ രൂപം എന്നാണ് സാധാരണ പറയേണ്ടത്. അത് മറ്റുള്ളവരൊക്കെ പറയാം V3 എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ വെർബ് സാധാരണ പഠിക്കും, ഇങ്ങനെ പഠിക്കും. ആദ്യം പ്രസന്റ് ടെൻസിൽ പഠിക്കും, പിന്നെ പാസ്റ്റ് ടെൻസ് പഠിക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിക്കും. മൂന്നാമതാണ് പറഞ്ഞു പഠിക്കുക അങ്ങനെ. അപ്പോൾ വരുന്നു, വന്നു, അങ്ങനെ പിന്നെ അങ്ങനെയാണ് അടുത്ത് പറയുക. എഴുതി, എഴുതുന്നു, എഴുതി, എഴുതപ്പെട്ട, അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇപ്പൊ പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചു, പഠിപ്പിക്കപ്പെട്ട,
അപ്പോൾ അതിൽ അതുപോലെ പൂർത്തീകരിക്കുന്നു, പൂർത്തീകരിച്ചു, പൂർത്തീകരിക്കപ്പെട്ട, അങ്ങനെ ഐഡിയ ഉണ്ട്. ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങളത് തന്നെ പഠിച്ചിരിക്കണം. അതിലെ മൂന്നാമത്തെ രൂപം അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ കൂടെയാണ് വെക്കേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഒരു സഹായക്രിയയായിട്ട് വെക്കുമ്പോൾ ആദ്യം എന്ത് വെക്കുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് വെക്കണം? പ്രധാന ക്രിയയുടെ മെയിൻ വെർബിന്റെ ഏത് ഫോം വെക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള പദം, അതായത് ഭൂതകാല പേരക്ഷമായിട്ടുള്ള പദം വെക്കണം. അതായത് എഴുതി, എഴുതുന്നു, എഴുതി, എഴുതപ്പെട്ട. ഈ എഴുതപ്പെട്ട എന്നുള്ളത് അതാണ് ഭൂതകാല പേരക്ഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് റിട്ടൺ ആണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതുന്നു, എഴുതി, എഴുതപ്പെട്ട, അതിൻ്റെ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ റിട്ടൺ. അതിന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വെക്കേണ്ടത്. അപ്പൊ എന്താണ് ഇതിന്റെ ഫോമും പറയാ? ഹാസ് അല്ലെ ഹാവ് അല്ലെ ഹാഡ് വെക്കുമ്പോൾ അത് ആദ്യം എഴുതുക. അതിന് ശേഷം അതിനോട് ചേർത്ത് എഴുതേണ്ടത് ഏതാണ്? മെയിൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇതിന്റെ പ്രയോഗം, അതായത് സഹായക്രിയായിട്ടുള്ള പ്രയോഗം പഠിച്ചു കഴിഞ്ഞു. ഇത്ര സിമ്പിൾ, ഇത്ര കാര്യം. അപ്പോ ഹാവ് ഓർ ഹാസ് കണ്ട ഹം, കം, കെയും കം. ഈ കം എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. കം എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം ആയതുകൊണ്ട് അതന്നെ വെച്ചേക്കണത് കേട്ടോ. ഇതിൽ നോക്കുക, എഴുതിയിട്ടുണ്ട്. അപ്പോ ഹാസ് ഓർ ഹാവ് കഴിഞ്ഞിട്ട് എന്ത് വയ്ക്കുക? റിട്ടൺ. എന്താ വയ്ക്കുക? റിട്ടൺ. റൈറ്റ്, റൂട്ട്, റിട്ടൺ. കണ്ട മൂന്നാമത്തെ എഴുതപ്പെട്ട, എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിട്ടൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതുകൊണ്ട് റിട്ടൺ വെച്ചു. ഇനി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻ വെർബ് സംസാരിക്കുക എന്നുള്ളതാണ്. ഉണ്ട് എന്നുള്ളത് സഹായക്രിയയാണ്. അപ്പോൾ സഹായക്രിയായിട്ട് ഏതാ വെക്കേണ്ടത്? ഹാസ് ഓർ ഹാവ്, ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആണ് മറ്റു വെക്കേണ്ടത്. ഇതിന്റെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ടോക്കാണ്. അപ്പൊ ടോക്കിന്റെ ഏത് രൂപം വെക്കണം? ടോക്ക്, ടോക്ക്ഡ്, പാസ്റ്റ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോക്ക്ഡ് തന്നെ. ഇ ഡി വന്നതിന് പാസ്റ്റ് പാർട്ടി ഇ ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ടോക്ക്ഡ് വെച്ചത്. അതായത് ഇതിൽ ടോക്ക്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സംസാരിക്കുക എന്നതിന് തുല്യമായ ഇംഗ്ലീഷ് പദം ടോക്കാണ്. ടോക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോക്ക്ഡ്, അതുകൊണ്ട് അത് വെച്ചു. അപ്പോൾ ഇതിൽ ഈ ഹാസ് ഓർ ഹാവ് ടോക്ക്. പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ സഹായിക്കൽ ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, ഹാഡ്. അത് ഹാഡാണ് വെക്കേണ്ടത്. അതിനുശേഷം സംസാരിച്ചു, അതിന്റെ സംസാരിക്കുക എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെക്കണം. നമ്മൾ നേരത്തെ കണ്ടു അത് ടോക്ക്ഡ് ആണ്. അപ്പൊ ഹാഡ് ടോക്ക്ഡ്. ഇനി ഇതിൽ ഹാസ് ഓർ ഹാസ് സെലക്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ റൂള് സിംഗുലർ ഐ യു ഒഴിച്ചുള്ള സിംഗുലർ എന്ന് വെച്ചാൽ ഹാസ് വയ്ക്കുക. ബാക്കി പ്ലൂറലാണെങ്കിൽ ഹാവ് വയ്ക്കുക. പിന്നെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എല്ലാതും ഉണ്ടായിരുന്നുള്ള ഒരൊറ്റ വാക്കുള്ളൂ. അത് ഏത് വചനായാലും അത് വെച്ചാൽ മതി. ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയുടെ പഠനം പൂർത്തിയാക്കി. ഇതിന്റെ അർത്ഥങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ചാൽ ഓക്കെ. ഇനി നമുക്ക് ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയെ കുറിച്ച് അധികമൊന്നും പഠിപ്പിക്കാനില്ല. ജസ്റ്റ് ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ വെർബ് റൂട്ടിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രം ഉപയോഗിക്കണം എന്നുള്ളതാണ് നിർബന്ധം. അതായത് ഇത് കം എന്ന് വരികയാണെങ്കിൽ അത് വരുന്നു എന്നുള്ളതിന് കെയും കം, പോകുന്നു എന്നുള്ളതിന് ഗോ, വെന്റ്, ഗോൺ, ഈ ഫോം. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടേൺ, റിട്ടേൺ. അതിന് ഈ ഇതിൽ എഴുതിയിട്ടുള്ള ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ നോക്കുക, ഇതിലേ കണ്ട കമ്മിന് വന്നിട്ട് ഗോണ് പോയിട്ട് റിട്ടേൺ എഴുതിയിട്ട് ടോക്കഡിന് സംസാരിച്ചിട്ട് റിപ്ലൈന് മറുപടി പറഞ്ഞിട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവയുടെ കൂടെ വെക്കുമ്പോൾ മാത്രമേ ഈ അർത്ഥം വരുള്ളൂ കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇത് തെറ്റി പറഞ്ഞിട്ടുണ്ട്. കമ്മിന് പകരം കെയും എന്നൊക്കെ തെറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. കണ്ടുപിടിച്ചവർക്ക് ഡബിൾ തംസ് അപ്പ്. നമുക്ക്
ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സഹായക്രിയയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർപ്പിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സഹായക്രിയയെ പഠിപ്പിക്കാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നാം ഈ ക്ലാസ് നിർത്തുകയാണ്. പിന്നെ ചില അഭ്യാസങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മുൻ 26ാമത്തെ ക്ലാസ്സിലെ അഭ്യാസങ്ങൾ ഉത്തരങ്ങളാണ്. അത് ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.